ഇന്നലെ ഗൊരഷേപ്പിൽ നമ്മൾ ടെന്റിലാണ് കിടന്നത്. ടെന്റിന്റെ അവസ്ഥ നോക്കിയ ഫുൾ ഐസായി, ഫുൾ ഈർപ്പൻ ഐസ്. ബാഗ് ഇന്നലെ ഒരു തുള്ളി ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ചുമച്ച് പണ്ടാര തുടങ്ങി. സീനായിപ്പോയി. ഒരിക്കലും ആരും ടെന്റിൽ കിടക്കരുതേ. എല്ലാ അഭിഷേക ഇത് മാറിക്ക് വാ. വെള്ളം വരെ ഐസായി പോയി. ഈ ടെന്റിലായിരുന്നു സ്റ്റേ. അയ്യോ ഒടുക്കത്തെ തണുപ്പായിരുന്നു, വിഷയം തണുപ്പ്. സൺറൈസ് നല്ലോണം ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് കാലാപത്തർ പോകാൻ പറ്റില്ല. അതായത് ആ കാലാപത്തർ ഇനിയിപ്പം ട്രക്ക് ചെയ്യണം. നമ്മളങ്ങനെ സെക്കൻഡ് പീക്ക് കാലാപത്തർ കയറാൻ വേണ്ടി പോവുകയാണ്. അവിടുന്ന് എല്ലാവരും കയറുന്നുണ്ട്. ഇവിടെ സ്റ്റോണിന് നേപ്പാൾ K2 അങ്ങനെ കുറേ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ടോട്ടൽ 3 അവർ അപ്പ് ആൻഡ് ഡൗൺ കാലാപത്തർ എടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ കാലാപത്തറിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് എവറസ്റ്റിൻ്റെ ഫുൾ വ്യൂ കിട്ടും. അതായിരുന്നു കാണേണ്ടത്. യെസ്, എന്തായാലും കയറി നോക്കാം. ചെയറിരുന്ന് വ്യൂ പിടിക്കാം. എവറസ്റ്റ് എന്തോ മെമ്മോറിയൽ കാണാം. ഇതെന്തോ കാട്ടുവഴിയാണോ. ഇതിൻ്റെ അടിയിൽ, റോക്കിൻ്റെ അടിയിലൊരെണ്ണം, പിന്നെ ഇത് മേളിലൊരെണ്ണം. എന്താണെന്നറിയുന്നവർ കമൻറ്റ് ചെയ്യുക. കാലാപത്തർ 5555 മീറ്റേഴ്സാണ്. എല്ലാവരും കയറുന്നു. ടീംസ് കയറി വരുന്നുണ്ട്. ഫൈനലി കാലാപത്തർ ടോപ്പെത്തിരിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പം 5 ലേക്ക് കാണാം. ലേക്ക് വരണം. അതിൻ്റെ അപ്പുറത്ത് ബേസ് ക്യാമ്പ്, എവറസ്റ്റ് വ്യൂ, ഫുൾ പവർ. പത്തറിൽ നിന്ന് അങ്ങനെ നമ്മൾ തിരിച്ച് ടീ ഷോപ്പ് എത്തിയിരിക്കുകയാണ്. വാട്ടർ ഹൗസ്. പത്തറിന്ന് ഗൊരക്ഷേപ്പിൽ നിന്ന് ഇറങ്ങി നമ്മളിവിടെ സോങ്കിലേക്ക് അല്ലേ, സോങ്ല. അതിൻ്റെ ഇടയിൽ തുക്ല, ലിബോച്ച, ബോച്ച എല്ലാം കഴിഞ്ഞു. ഇനിയും വേറെ ഐറ്റം സോങ്ല. വന്ന സ്ഥലത്തൂടെ സത്യം പറഞ്ഞാൽ തിരിച്ചു പോകാൻ ഒരു സുഖമില്ല. പുതിയ വഴികളാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഇതിപ്പം നമ്മൾ ഗൊരക്ഷേപ്പിൽ നിന്ന് ഓൾറെഡി കയറി വന്നതാണ്. എത്താൻ പോകുന്നു. ഇന്ന് ഇവിടുന്ന് കുക്ക് ചെയ്യാനുള്ള പ്ലാനാണ്. നല്ല കാറ്റുണ്ട്.
ബസ്സിലും മണൽക്കാറ്റടിക്കും. ഫുൾ കവർ അല്ലെങ്കിൽ ഭയങ്കര സീനാണ്. സ്പെക്സ് ഉൾപ്പെടെ എല്ലാം വെക്കണം. വിഷയം ഇപ്പം ഏകദേശം കുറേ തവണ ഇപ്പം ട്രക്ക് ചെയ്ത് വരുന്ന വഴി മണൽക്കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. വിഷയമാണ്. മീൻസ് ഭയങ്കര സീനാണ്. നമ്മൾ ഫുൾ കവേർഡ് ആയിരിക്കണം. ഇസ്രയേലീസാണ്. ഫ്രീ പാലസ്തീൻ്റെ ഒരു സാധനം ഇവിടെ ഒട്ടിച്ചത് അവന്മാർ കളഞ്ഞു. നമ്മൾ വന്നത് ഗൊരക്ഷേപ്പിൽ നിന്നാണ്. നമുക്കിനിയും ഇങ്ങോട്ടേക്ക് പോകണം. തുക്ല ലബൂച്ച എലിവേഷൻ 5030 meters, 3 hours more. അങ്ങനെ ചോലാപാസിൻ്റെ റൂട്ട് നമ്മൾ കയറി. ആരുമില്ല. ഇതിനു മുമ്പത്തെ വീഡിയോസ് കൈ ഫ്രീസ് ആയതുകൊണ്ട് ഗ്ലൗ ഇട്ടേക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഞാൻ. ആരുമില്ല, ഞാൻ മാത്രം. വഴിയിലൊന്നും ആരുമില്ല. നമ്മളിനി ഈ പാത്ത് നിന്ന് അവിടെ ഒരു 2 മണിക്കൂർ ട്രക്കിങ്. അപ്പം സോങ്ക്ലെത്തും. എല്ലാവരും പോകുന്നത് ആ വഴി കൂടെ ഇങ്ങനെ. നമ്മൾ ചോല പാസ്, നെക്സ്റ്റ് പാസ്സാണ് ചോല. അപ്പോൾ അതും പിടിച്ച് അങ്ങനെ റെഞ്ചോല പാസ്, ഗോക്യോ ലേക്ക് ഒക്കെ പിടിച്ച് പോകാനായിട്ടാണ് പ്ലാൻ. ആരുമില്ല. സൂപ്പർ. കഴിയുന്നൊരു ഫാമിലിയെ കിട്ടി. വ്യൂ പവർ കുക്കിംഗ്. ഓട്സ്, ലെമൺ, ജിഞ്ചർ, മസാല ടീ. ഓട്സ് പോഹ, ഫുൾ പവർ. പക്ഷെ സൂര്യൻ പോയിട്ടുണ്ട്. വരട്ടെ. ഫൈനലി സോങ്ക്ല എത്തിയിരിക്കുകയാണ്. ഇന്ന് 10 കിലോമീറ്റർ 10 hours ട്രക്ക് ഉണ്ടായിരുന്നു. കലക്കൻ ട്രക്കിങ്. ഇനിയും റൂമിൻ്റെ സീൻ നോക്കണം. സോങ്ക്ല ഹൈറ്റ് 4835 meters. ഇവിടെ എന്താ സീനെന്ന് നോക്കാം. റേറ്റും കാര്യങ്ങളും. ഇതാണ് റൂം. ഇന്നത്തെ റൂം 500 റൂം. നേപ്പാളി 500. ഫുൾ നൈസ് വ്യൂ ഉണ്ട്. താൽബത്ത്, ദാൽ, ഒരു ഓംലേറ്റും.